ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഫിഷ് ഒന്നുമല്ല, നമ്മുടെ ഫിഷ് ഫുഡാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ആർട്ടിമിയ ഫ്ലേക്ക് അങ്ങനെ ഒരു 4 വെറൈറ്റി ഫിഷ് ഫുഡാണ് നമ്മളിന്ന് വരുത്തിയിരിക്കുന്നത്. എല്ലാം ഒരു 50 ഗ്രാം വെച്ച്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാവുന്ന വീഡിയോ കാണുക. മീൻ വളർത്തുന്ന കൂട്ടുകാർക്ക് ഇത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കൊറിയർ ബോക്സ്. നമ്മുടെ ഫിഷ് ഫുഡ് വന്നേക്കുന്നത് നമുക്കിത് വന്നേക്കുന്നത് പ്രൊഫഷണൽ കൊറിയറിൽ നിന്നാണ്. കൊറിയർ വഴിയാണ് വന്നേക്കുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ കുറവുണ്ട്, ഇതായതുകൊണ്ട് നമ്മൾ സാനിറ്റൈസറൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഫിഷ് ഫുഡൊക്കെ എന്തുമായി, നമ്മൾ ഓർഡർ ചെയ്ത കണക്കാണോ വന്നേക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് സാവധാനം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 4 വെറൈറ്റി ഫിഷ് ഫുഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ബ്ലാക്ക് വോം, ബ്ലഡ് വോം, പിന്നെ നമ്മുടെ ആർട്ടീമിയ ഓയിസ് ഫ്ലേക്ക്, പിന്നെ ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം 4 ഫ്ലേക്കുകളാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരുന്നത്. ഒരു കോംബോ ആയിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സാധനം ഇരിപ്പുണ്ട്, സേഫ്റ്റി ആയിട്ട് തന്നെയാണ്. ഫുഡ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം വരുന്നതൊന്നുമില്ല. അഥവാ കവറോ കാര്യങ്ങളോ എല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ വിഷയം വരുന്നുള്ളൂ. ഫുഡെല്ലാം തന്നെ ഉണ്ട്. എല്ലാം 50 ഗ്രാം വെച്ചാണ് നമ്മൾ മേടിച്ചേക്കുന്നത്, കോംബോ ആയതുകൊണ്ട് തന്നെ. ആർട്ടിമിയ ഫ്ലേക്കാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് വോം, ബ്ലഡ് വോമൊക്കെ അതിൻ്റെ തിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഫിഷ് ഫുഡ്. അപ്പോൾ ഈ ലൈവ് ഫുഡ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഫ്ലേക്കുകളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട്, ഇപ്പോൾ 4 എണ്ണം ഉണ്ടല്ലോ, അപ്പോൾ തന്നെ നമുക്ക് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് ഓരോരോ ഫുഡുകൾ നമുക്ക് ഗപ്പിക്കായാലും ഏത് ഫിഷിനായാലും നമുക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അത് വളരെ നല്ലതാണ് ഫിഷിനൊക്കെ. നമ്മളിപ്പോൾ നമുക്ക് തന്നെ ഒരു ഫുഡ് ഇപ്പം എല്ലാ ദിവസവും ഒരേ ഫുഡ് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ തന്നെ ഒരു ബോറടിയല്ലേ. അപ്പോൾ അതേ കണക്ക് തന്നെ ഉള്ളൂ അവർക്കും. അത് കണക്ക് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിരിക്കും ഫിഷുകളൊക്കെ, നല്ല ആക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ കളർ കയറാനും ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഫിഷ് ഫുഡൊക്കെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സ്പൈറുലിന ഫ്ലേക്കൊക്കെ വീട്ടിലും ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കോംബോ ആയിട്ട് വന്നുകൊണ്ട് തന്നെ മേടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ നല്ലതാണ് ഫിഷിനൊക്കെ, വളരെ ഹെൽത്തിനൊക്കെ വളരെയധികം നല്ലതാണ്. വളരെയധികം പ്രോട്ടീൻ കണ്ടൻ്റൊക്കെ ഉള്ള ഫ്ലേക്കുകളാണ് ഇതൊക്കെ. ആർട്ടീമിയ ഓയിസയുടെ ഫ്ലേക്കൊക്കെ നല്ല ഓയിസൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയും നല്ല പ്രോട്ടീൻ കണ്ടൻ്റൊക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ഫുഡ് മേടിച്ചാലും, ഇപ്പം ഏത് ഫിഷിനെ മേടിച്ചാലും നമ്മൾ ഇതേപോലെ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും കൊറിയർ വരുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊറിയർ ചെയ്യുന്നത്, അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് നിങ്ങളൊന്ന് പറയണം. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇട്ടാൽ എനിക്ക് കുറച്ചും കൂടെ മോട്ടിവേറ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആർട്ടിമിയ ഫ്ലേക്ക്. അതേപോലെ തന്നെ ഫ്ലേക്കുകളാണ് 4 വെറൈറ്റി ഫ്ലേക്കുകളാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തെടുത്തത്. ആർട്ടിമിയ ഫ്ലേക്ക്, പിന്നെ ബ്ലാക്ക് വോം, ബ്ലഡ് വോം, അങ്ങനെയുള്ള കുറച്ച് ഫ്ലേക്കുകളാണിത്. ഇത് ഫിഷിന് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഡ്രൈ ഫുഡിൽ ഇതൊക്കെ കൊടുക്കുന്നത് ബെറ്ററാണ്. നമ്മുടെ ലൈവ് ഫുഡ് കൊടുക്കുന്നതിന് ഒപ്പം തന്നെ നമ്മൾ ഈ ഡ്രൈ ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും. നല്ലതായിട്ട് മീനിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇങ്ങനത്തെ കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ഒരു ദിവസം ലൈവ് ഫുഡ് അല്ലെങ്കിൽ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് ഡ്രൈ ഫുഡ് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ദിവസം ലൈവ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ഡ്രൈ ഫുഡ്, ഇത് പല ദിവസവും പല വെറൈറ്റി ഫുഡുകൾ കൊടുക്കാം. വളരെ നല്ലതാണ് മീനുകൾക്ക്. ഇപ്പം ഒരേ ഫുഡ് തന്നെ ഒരേ ദിവസം എല്ലാ ദിവസവും ഒരേ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തന്നെ വളർച്ചയിലൊക്കെ അതിനെ ബാധിക്കും. അതിലും ഭേദം പല വെറൈറ്റി ഫുഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക്